ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലോകം മുഴുവൻ ജലത്താൽ നിറഞ്ഞിരിക്കെ കോ അസൗ, ഇതാരാണ് എന്നോട് ഇപ്രകാരം പറഞ്ഞ, എന്താണ് പറഞ്ഞ? തപ. തപ രണ്ട് വാക്കുകൾ അശരീരിയായിട്ട് കേട്ടു. ആ വാക്കുകൾ എവിടെ നിന്നാണ് വന്നത്, ആരാണ് പറഞ്ഞത്, എന്നോടിങ്ങനെ പറഞ്ഞത് ആരാണ് എന്ന് എല്ലാ ദിക്കുകളിലേക്ക് നോക്കിയിട്ട് യാതൊന്നിനെയും കാണാതെ തപസ് ചെയ്താൽ സൃഷ്ടി വൈഭവം കൈവരുമെന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഏകാഗ്രതയോടെ ദിവ്യ സംവത്സരം, 1000 ദിവ്യ സംവത്സരം, 1000 ദേവവർഷം തപസ് ചെയ്തു. അങ്ങനെ ആ തപസ് ചെയ്ത ബ്രഹ്മാവിൽ പ്രീതനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഏക അത്ഭുതമായിരിക്കുന്ന തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. അതാണ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എന്തുണ്ടായി? മായാസൃഷ്ടങ്ങളായ 14 ലോകങ്ങൾക്കും ബഹിർഭാഗത്തായി സൂര്യാദി തേജസ്സുകളോടുകൂടി പ്രകാശിപ്പിക്കുന്നതായ വൈകുണ്ഠത്തിൽ, ആ വൈകുണ്ഠത്തെ പറ്റി വിശേഷിപ്പിക്കുകയാണ്. അതല്ല, മായാജന്യമായ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. തന്നെയല്ല, വൈകുണ്ഠത്തിൽ സദാ ബ്രഹ്മാനന്ദാനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. ബ്രഹ്മാവിന് അതും കാണിച്ചു കൊടുത്തു. ആ വൈകുണ്ഠ ലോകം സർവ ഉത്കൃഷ്ടമായി വർത്തിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഇനി ഇന്ന് നമുക്ക് 2 ശ്ലോകം വായിക്കാതെ കഴിഞ്ഞുള്ള ആ 2 ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താ നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ആകെ ഒരു പൊരുളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് ഇന്നത്തെ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവതാത്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജാദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഃ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം. മലം മാലിന്യമാണ്. വൈകുണ്ഠരൂപം ജയേത്. അടുത്ത ശ്ലോകം. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുൽദതാ തുല്യയാം വിശ്വോന്മാദനഹൃദ്യ ഗാത്രലതയാ വിദ്യോതിതാശാന്തരാം ത്വത്പാദാംബുജ സൗരഭൈകകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഇതാണ് ഇന്നത്തെ ശ്ലോകങ്ങൾ. നമുക്ക് നോക്കാം. യസ്മിൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ, ഏതൊരിടത്താണോ അല്ലെങ്കിൽ യാതൊരിടത്ത്. ചതുർഭുജാഹ ഹരിമണി. ചതുർഭുജം 4 കൈകൾ. ചതു എന്ന് പറഞ്ഞാൽ 4, ഭുജം എന്ന് പറഞ്ഞാൽ കൈ, 4 കൈകളോടും ഹരിമണിശ്യാമാവതാത് എന്ന് പറഞ്ഞാൽ ഹരി, ഇവിടെ ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ല്. ആ ഇന്ദ്രനീലക്കല്ലിൻ്റെ
ശ്യാമാവതാത് തെളിഞ്ഞ ശോഭയോടുകൂടിയ. ത്വിഷ, തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാരൂപമാണ്. ത്വിഷ ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന എന്നർത്ഥം. പ്രകാശിക്കുന്ന നാനാഭൂഷണ രത്നദീപിത ദിശ. ദിശ ദിക്കാണ്. അപ്പം നാനാഭൂഷണ രത്നദീപിത ദിശ രാജത് വിമാനാലയാക. ഇവിടെ വിമാനം എന്ന് പറയുന്നത് എറോപ്ലെയിൻ അല്ല, മാളികകളാണ്. മണിവീടുകൾ എന്നൊക്കെ പറയും, മാളികകൾ. അപ്പം എല്ലാ തരത്തിലുള്ള നാനാതരത്തിലെന്ന് പറഞ്ഞാൽ അനേക തരത്തിലുള്ള രത്നദീപങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്ന ദിക്കുകൾ, വിരാജിക്കുന്ന ആ മാളികകളെ ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദാഹ. ഭക്തി കൊണ്ട്, പലതരത്തിലുള്ള ഭക്തികളാൽ ഉന്നത പദവി നേടിയ ദിവ്യന്തി ദിവ്യാജനാഹ. ആ ദേവസ്ത്രീകൾ ക്രീഡിക്കുന്ന, ദിവ്യന്തി ക്രീഡിക്കുന്ന ദിവ്യാജനാഹ ദേവസ്ത്രീകൾ. അവരുടെ, അതായത് നമ്മൾ ഒരു ആരുടെ കൂടെ ഇടപഴകുന്നു അവരുടെ സ്വഭാവം വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? കള്ളു കുടിക്കുന്നവരുടെ കൂടിയാൽ കള്ളുകുടിയന്മാരായിത്തീരും, കള്ളന്മാരുടെ കൂടെ കൂടിയാൽ കള്ളന്മാരായിത്തീരും. ഇങ്ങനെ അതിനാണ് കുട്ടിക്കാലത്ത് തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആരോട് കൂടെയാണോ കൂടിയിരിക്കുന്നത് അവരെ പോലെ നമ്മളും ആയിത്തീരും. അപ്പം ഇവിടെ ഉന്നത പദവിയിലെത്തിയ ദേവസ്ത്രീകൾ, ഭക്തി കൊണ്ട് ഭഗവാനോട് അടുത്തിരിക്കുന്നവർ. കുറച്ചടുത്തപ്പം സാമീപ്യം ഭഗവാന്റെ സാമീപ്യം ഉണ്ടായി. പിന്നെ സാരൂപ്യം, ആ രൂപം കാണാൻ തുടങ്ങി. ഭക്തി കൊണ്ട് ഭക്തി വന്ന് പിന്നെ സാലോക്യം പ്രാപിക്കും. അതായത് നമ്മൾക്ക് ഭഗവാനിൽ ലയിച്ചും ചേരും. അപ്പോൾ ഈ സാലോക്യം, സാരൂപ്യം, സാമീപ്യം എന്ന് പറയുന്ന അതെല്ലാം കിട്ടിയിരിക്കുന്ന ദിവ്യമായ മാലിന്യങ്ങളൊന്നുമില്ല, മാലിന്യങ്ങളൊന്നുമില്ലാത്ത അങ്ങനെയുള്ള അങ്ങയുടെ തേ, ആ അങ്ങയുടെ ധാമം വാസസ്ഥാനം വൈകുണ്ഠരൂപം ജയിക്കുമാറാകട്ടെ എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ. അതായത് യസ്മിന്നാമ ചതുർഭുജാഹ, 4 കൈകളോടും ഹരിമണിശ്യാമാവതാത് ഇന്ദ്രനീല കല്ലുപോലെ ത്വിഷ പ്രകാശിക്കുന്നതുമായ നാനാഭൂഷണങ്ങൾ, പലതരത്തിലുള്ള ആഭരണങ്ങളിൽ പതിച്ചിരിക്കുന്ന രത്നദീപിത ദിശ, രത്നങ്ങളെ കൊണ്ട്, ആ രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് ദിശകൾ, ദിക്കുകളെല്ലാം വിരാജിക്കുന്നു, പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ആലയങ്ങൾ, വിമാനങ്ങളാകുന്ന ആലയങ്ങൾ, ആലയം വാസസ്ഥാനം. അപ്പം മണിമാളികകളും ഭക്തിപ്രാപ്ത തഥാ ഉന്നതപദ, ഭക്തിയെ പ്രാപിച്ചിട്ട് ഉന്നത പദങ്ങളിൽ എത്തിച്ചേർന്ന ദിവ്യകളായ അല്ലെങ്കിൽ സ്ത്രീകൾ, ദിവ്യന്തി ജനാഹ, ജനങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആ വൈകുണ്ഠം അല്ലെങ്കിൽ കുണ്ഠതകളൊന്നുമില്ലാത്ത സ്ഥലത്തെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ മാലിന്യങ്ങളൊന്നുമില്ലാത്ത, പാപങ്ങളൊന്നുമില്ലാത്ത, കറകളൊന്നുമില്ലാത്ത ആ വൈകുണ്ഠരൂപം ജയിക്കുമാറാകട്ടെ എന്ന് വൈകുണ്ഠത്തെ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ എന്താണ്? യസ്മിൻ നാമചതുർഭുജ ഹരിമണിശ്യാമാവതാത്തിഷോ നാനാഭൂഷ ശ്യാമാവതാത്. ആ കൃഷ്ണവർണ്ണമാണ്. ശ്യാമം കറുത്തത്, ആ ശ്യാമവർണ്ണം കറുത്ത വർണ്ണത്തോടുകൂടി പ്രകാശിക്കുന്ന എന്നർത്ഥം. ഭഗവാന്റെ കളറ് കൃഷ്ണവർണ്ണമാണ്. അത് ഇന്ദ്രനീലവർണ്ണം എന്നൊക്കെ പറയും അതിനെ. നാനാഭൂഷണ രത്നദീപിത ദിശോ രാജദ്വിമാനാലയ, രാജത് എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്ന എന്നർത്ഥം. വിമാനാലയ, രണ്ടും കൂടെ +v വന്നപ്പോൾ ദ്വി ആയി മാറി. അങ്ങനെയാണ് ദ്വിമാനാലയ എന്ന് വന്നത്. ഭക്തിപ്രാപ്ത തഥാവിധോ ഉന്നതപദാഹ, തഥാവിധ ഉന്നതപദാഹ, തഥാവിധോന്നതപദാഹ ഒന്നിച്ച്.
ദിവ്യന്തി ദിവ്യാജനാഹ തത്തേ ധാമ നിരസ്ത സർവ ശമലം സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഇവിടെ യാതൊരിടത്ത് ഭഗവാനിലുള്ള ഉത്തമ ഭക്തി മഹാത്മ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഉന്നത പദവിയോടു കൂടിയ ദിവ്യ ശരീരികളായി ഭഗവാനെപ്പോലെ ചതുർബാഹുക്കളുമായി ഇന്ദ്രനീലക്കല്ലുപോലെ കൃഷ്ണവർണവുമായി ശോഭയോടും വിവിധ ആഭരണങ്ങളിലെ രത്നങ്ങളായ പ്രകാശിതമായ ദിക്കുകളോടും കൂടിയവരായി ശോഭമാനങ്ങളായ വിമാനങ്ങളാകുന്ന ആലയങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരായി വസിക്കുന്നുവോ അപ്രകാരമുള്ള ആ വൈകുണ്ഠം വിജയിക്കുമാറാകട്ടെ എന്ന് ആദ്യത്തെ ശ്ലോകം. യസ്മിന്നാമ ചതുർഭുജ ഹരിമണിശ്യാമാവതാത്വിഷോ. ത്വിട്ട് എന്ന് പറയുന്ന ഒരു ക്രിയയുടെ രൂപമാണ് ഈ ത്വിഷ. ത്വിഷ എന്ന് പറഞ്ഞാൽ പ്രകാശം. രാജവിമാനാലയാഹ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഹ ദിവ്യന്തി ദിവ്യാജനാഹ തത്തേ ധാമ. തത് തേ ആണ് തത്തേ. ചില പുസ്തകത്തിൽ തത്തേ എന്നായിരിക്കും, ചിലതിൽ തത് തേ. ആ അങ്ങയുടെ ധാമം വാസസ്ഥാനം നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം എടുക്കാം. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഇവിടെ നാനാദിവ്യവധൂജനൈരഭിവൃത. നാനാ ദിവ്യവധു. ദിവ്യ എന്നിവിടെ എഴുത്തല ദേവസ്ത്രീകൾ. അനേക ദേവസ്ത്രീകളാൽ വധൂജനൈഹി ദേവസ്ത്രീകളാൽ അഭിവൃത പരിവൃതയായിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സേവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യുത് ലതാ തുല്യയ. വിദ്യുത് മിന്നലാണ്, ലത വള്ളിയാണ്. അപ്പം വിദ്യുത് ലത എന്ന് പറഞ്ഞാൽ മിന്നൽ കൊടി. തുല്യയ അതുപോലെ, മിന്നൽ കൊടി പോലെ തിളങ്ങുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ. വിശ്വം, ലോകം മുഴുവൻ, എല്ലാവരെയും വിശ്വത്തെ മുഴുവൻ ഉന്മാദന ലഹരിയിലാക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ എല്ലാവരെയും മോഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും ആകർഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതിപ്പിക്കുന്ന ഗാത്രലതയ. ഗാത്രം ശരീരമാണ്, ലത വള്ളിയാണ്. ഗാത്രലതയ ശരീരമാകുന്ന വള്ളി. വിദ്യോതിത ശാന്തര എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നു. ആ വിദ്യുത് ആ മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്ന ഗാത്രലത ശരീരമാകുന്ന വള്ളികൾ. ഇവിടെ ആശ എന്ന് പറഞ്ഞു അല്ലേ. വിദ്യോതിത് ആശാന്തര. ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്ന അത്ര സൗന്ദര്യമുള്ള അങ്ങയുടെ ആ ഗാത്രവള്ളി. ത്വത്പാദാംബുജ സൗരഭൈക കുതുകാത്. ആ ശരീരത്തോടല്ല ദേവിക്ക് ത്വത്പാദാംബുജ സൗരഭം. കമല, എന്താ അതിന് പറയുക, പാദകമലം. അങ്ങയുടെ പാദകമലമാകുന്ന ആ താമരയുടെ സൗരഭൈക കുതുകാത്, സൗരഭ്യം കൊണ്ട്, ഏക കുതുകം, അനന്യഭക്തി എന്നർത്ഥം. സന്തോഷത്തോടെ, കുതുകം സന്തോഷമാണ്. അപ്പോൾ ആ പാദകമലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് ലക്ഷ്മി സ്വയം ലക്ഷ്യതി.
ലക്ഷ്മീദേവി സ്വയമായിട്ട്, ലക്ഷ്യത എന്നിവിടെ പറഞ്ഞാൽ വസിക്കുക, താമസിക്കുക, വാസം ചെയ്യുക. അപ്പോൾ ലക്ഷ്മീദേവി സ്വയം വന്ന് അങ്ങയുടെ കൂടെ ഇരിക്കുന്നു. ഭഗവാനെ വിട്ടുപിരിയില്ല ഒരിക്കലും ലക്ഷ്മീദേവി. അപ്പോൾ ലക്ഷ്മീദേവി അങ്ങയുടെ കൂടെ തന്നെ വസിക്കുന്നു. യസ്മിൻ, അതായത് അങ്ങയുടെ പാദകമലമാകുന്ന ആ പാദത്തിൻ്റെ സൗരഭം കൊണ്ട് സന്തോഷമായിട്ട് ദേവി ലക്ഷ്മി സ്വയം ലക്ഷ്യത അവിടെ വന്നിരിക്കുന്നു ഭഗവാന്റെ കൂടെ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം, ഈ ലോകത്ത് ലഭിക്കാത്ത അത്ര ദിവ്യമായ വിഭവങ്ങൾ എല്ലാം ഉള്ള തത് തേ പദം ദേഹിമേ, മേ തത് തേ പദം, അത് ആ പദം, ആ സ്ഥാനം, പദം സ്ഥാനം എന്നും അർത്ഥമുണ്ട്. ആ സ്ഥാനം മേ ദേഹി, എനിക്ക് തന്നാലും, അതായത് ആ വൈകുണ്ഠത്തിലെ പോലെ അങ്ങനെയുള്ള ഉയർന്ന പദവിയിലേക്ക് എന്നെയും ഉയർത്തിയാലും, അല്ലെങ്കിൽ എനിക്ക് ആ വൈകുണ്ഠം എന്നെയും അങ്ങോട്ട്, അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിലേക്ക് എന്നെയും ഉയർത്തിയാലും എന്ന് ഇത്. അപ്പം നാനാദിവ്യവധൂജനൈരഭിവൃത, നാനാതരത്തിലുള്ള ദേവസ്ത്രീകളാൽ പരിവൃതയായും അല്ലെങ്കിൽ ചുറ്റപ്പെട്ടവളായും മിന്നൽ കൊടി പോലെ വെട്ടിത്തിളങ്ങുന്ന ശരീരകാന്തിയോടുകൂടിയവളും ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ പാദകമലമാകുന്ന ആ പാദകമലത്തിൻ്റെ സൗരഭം കൊണ്ടും സന്തോഷത്തോടെ ലക്ഷ്മീദേവി സ്വയം അങ്ങയിൽ തന്നെ വസിക്കുന്നു, അങ്ങയുടെ കൂടെ തന്നെ വസിക്കുന്നു. അങ്ങനെയുള്ള വിസ്മയിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ആ ദിവ്യവിഭവം, ഈ ലോകത്ത് തന്നെ ദിവ്യമായിട്ട് ലഭിക്കാത്തതായ ആ വിഭവങ്ങൾ മേ ദേഹി, എനിക്ക് തന്നാലും, ആ പദം, ആ ഉന്നത പദത്തിൽ എന്നെയും ഉയർത്തിയാലും എന്ന്. മേ ദേഹി എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകിയാലും എന്നർത്ഥം. അപ്പം പദം ദേഹിമേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ സ്ഥാനത്തേക്ക് എന്നെയും ഉയർത്തിയാലും എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഃ ദിവ്യന്തി ദിവ്യാ ജനാഃ തത്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത് എന്ന് പറഞ്ഞാൽ യാതൊരിടത്ത് ഭഗവാനിലുള്ള ഉത്തമ ഭക്തി മാഹാത്മ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ഉന്നത പദവിയോടുകൂടി ദിവ്യ ശരീരികളായി ഭഗവാനെ പോലെ 4 കൈകളും ഇന്ദ്രനീല കല്ലുപോലെ കൃഷ്ണവർണ്ണമായ ശോഭയോടും കൂടി ആഭരണങ്ങളിലെ രത്നങ്ങളാൽ പ്രകാശിതമായ ദിക്കുകളും ഉള്ളവരായി ശോഭായമാനങ്ങളായ വിമാനങ്ങളാകുന്ന ആലയങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരായി വസിക്കുന്നുവോ അപ്രകാരമുള്ള വൈകുണ്ഠം വിജയിക്കുമാറാകട്ടെ എന്ന് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ നാനാദിവ്യവധൂജനൈരഭിവൃതാദി വിദ്യുല്ലതാതുല്യയ വിശ്വോന്മാദനഹൃദ്യ ഗാത്രലതയാ വിദ്യോതിതാശാന്തര ത്വത്പാദാംബുജ സൗരഭൈക കുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹിമേ. തത് തേയാണ് തത്തയായി വന്നത്. അപ്പം യാതൊരിടത്ത് ധാരാളം ദേവവനിതകളാൽ പരിചരിക്കപ്പെട്ടവളും സകല പ്രപഞ്ചവാസികളെയും ഉന്മത്തരാക്കുന്ന അതിസുന്ദരവും മിന്നൽ പിണരിനെ പോലെ ദിക്കുകളെ പ്രകാശമാനമാക്കുന്നതുമായ ഹേമലതികയോടുകൂടിയവളും എന്ന് പറഞ്ഞാലോ ദേഹലതിക, ശരീരമാകുന്ന വള്ളി പോലെയുള്ള ആ ശരീരത്തിൻ്റെ സൗരഭ്യം, ആ ശരീരമാകുന്ന വള്ളി അതിസുന്ദരം എന്നർത്ഥം. മിന്നൽ പിണരിനൊപ്പം ദിക്കുകളെ പ്രകാശമാനമാക്കുന്നതുമായ ആ ശരീരത്തോടു കൂടിയവളും അങ്ങയുടെ പാദസേവയിൽ മാത്രം സന്തുഷ്ടചിത്തയായി
അവയുടെ സുഗന്ധം ആസ്വദിക്കുന്നവളുമായി ലക്ഷ്മി ഭഗവതി സ്വയം മൂർത്തിമതിയായി കാണപ്പെടുന്നുവോ? സ്വയം ലക്ഷ്മി സ്വയം ലക്ഷ്യത, സ്വന്തമായിട്ട് വന്ന് ഭഗവാന്റെ കൂടെ വസിക്കുകയാണ്. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തെ എനിക്കായി ദാനം നൽകിയാലും, അല്ലെങ്കിൽ ആ പദവിയിലേക്ക് എന്നെയും കൂടി ഉയർത്തിയാലും എന്ന് രണ്ടാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാത്വിഷോ ശ്യാമാവതാത് ത്വിഷോ, ത്വിട്ട് എന്ന ക്രിയയുടെ ഒരു വകഭേദമാണ് ത്വിഷ്, പ്രകാശിക്കുന്ന എന്നർത്ഥം. നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാകാം. വിമാനം മാളികകളാണ്, രാജത് വിരാജിക്കുന്ന എന്നർത്ഥം. അപ്പോൾ എല്ലാ ആഭരണങ്ങളിൽ നിന്നും തിളങ്ങുന്ന ആ രത്നങ്ങളിൽ നിന്നുള്ള രശ്മി കൊണ്ട് ആ ദിക്കുകളെല്ലാം എങ്ങനെയാണോ പ്രകാശിക്കുന്നത്, അങ്ങനെയുള്ള മാളികകൾ ഭക്തിപ്രാപ്ത തഥാ ഉന്നതപദാഹ ദിവ്യന്തി ദിവ്യാജനാഹ, അങ്ങനെ അങ്ങയോടുള്ള ഭക്തി കൊണ്ട് ഉയർന്ന പദവിയിലെത്തി സാലോക്യം, സാരൂപ്യം, സാമീപ്യം മുതലായ പദങ്ങളിൽ എത്തിച്ചേർന്ന ആ വൈകുണ്ഠം, അതായത് അങ്ങയുടെ വാസസ്ഥാനമായ ആ മാലിന്യമില്ലാത്ത, പാപങ്ങളൊന്നുമില്ലാത്ത ആ വൈകുണ്ഠ രൂപം ജയേത്, ജയിക്കുമാറാകട്ടെ എന്ന് ആദ്യത്തെ ശ്ലോകം. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യ ഗാത്രലതയാ വിദ്യോദിതാശാന്തരാം. ആശ, അന്തര, ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. ത്വത്പാദാംബുജ സൗരഭൈകകുതുകാദലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ആ വൈകുണ്ഠത്തെ വർണ്ണിച്ചിട്ട് അതുപോലെയുള്ള ആ വൈകുണ്ഠത്തിലേക്ക്, അല്ലെങ്കിൽ അതേ പദവിയിലേക്ക് എന്നെയും ഉയർത്തിയാലും എന്ന് സാരം. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ശ്ലോകങ്ങളുമായി വരുമ്പോഴേക്കും ഹരിയോം നാരായണ സ്വാമി ശരണം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.